ഏത് കോടതി വിദ്യ? കോടതി വിധിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കോടതി സാധാരണ കേസുകൾ പരിഗണിക്കുന്ന സമയത്ത് പല പരാമർശങ്ങൾ നടത്താറുണ്ട്, പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അത് നമ്മൾ കൊടുക്കുന്ന അന്യായത്തിലെ നമ്മൾ കൊടുക്കുന്ന പെറ്റീഷനിലെ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുവരെ ചോദിക്കുന്നത്. കേസ് തള്ളിയിട്ടൊന്നുമില്ലല്ലോ. കേസിൽ സർക്കാരിനോട് അതിന്റെ കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഉത്തരവുള്ള കേസിലുള്ളൂ. അല്ല, ഫയലിൽ സ്വീകരിക്കാൻ കോടതി അത് അഡ്മിഷൻ സ്റ്റേജിൽ അത് ഗവൺമെന്റിന് പറയാനുള്ളത് കൂടി കേട്ടിട്ട് ഫയലിൽ സ്വീകരിക്കുക. അതൊരു പ്രൊസീജിയറല്ലേ, ഇതൊരു പ്രൊസീജിയറാണല്ലോ. നമ്മൾ ഫയൽ ചെയ്തു, ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. അപ്പോൾ കോടതി ആ സംശയങ്ങൾ ചോദിച്ചു നമ്മുടെ അഭിഭാഷകനോട്. അദ്ദേഹം അതിനുള്ള മറുപടി പറഞ്ഞു, സർക്കാരിന് പറയാനുള്ളത് പറയാൻ പറഞ്ഞു, എന്നിട്ടാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. അതൊരു പ്രോസസ്സാണ്. അല്ല, ഇതൊന്ന് പൂർത്തിയാക്കി അത് പറഞ്ഞു. അപ്പോ പറഞ്ഞത് വാർത്തകൾ വന്നത് ഞാൻ കണ്ടത് ഇങ്ങനെ എന്താണ്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ എന്ന് കോടതി ചോദിച്ചെന്നാണ്. സാധാരണ ഇങ്ങനെ ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനായിട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് സാധാരണ. ഇപ്പൊ പ്രതിപക്ഷത്തിന് അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ പ്രതിപക്ഷമോ പ്രതിപക്ഷ നേതാവോ തെരുവിൽ പറഞ്ഞാലും അതിനൊരു പബ്ലിസിറ്റി ഉണ്ടല്ലോ, വാർത്തയുണ്ടല്ലോ. നിങ്ങൾ കൊടുക്കില്ലേ മാധ്യമങ്ങൾ? മൈതാനത്ത് പോയി നമ്മൾ പറഞ്ഞാലും അത് വാർത്തയാവുമല്ലോ, പബ്ലിസിറ്റി ഉള്ളതല്ലേ. അപ്പോ തെരുവിൽ പറഞ്ഞാലും മൈതാനത്ത് പറഞ്ഞാലും കിട്ടാത്ത നീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോടതി പോകുന്നത്. ആ നീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോടതി പോയിരിക്കുന്നത്. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ തെരുവിലേക്കും മൈതാനത്തിലേക്കും പോയാൽ മതി. തെരുവിലും മൈതാനത്തും കിട്ടാത്ത നീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോടതിയിൽ പോകുന്നത്. ഞാനിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയുള്ള കമന്റൊന്നും പറയില്ല കോടതിയെക്കുറിച്ച്. മുഖ്യമന്ത്രി പറയാൻ അവർ തോന്നുന്നതൊക്കെ പറയുന്നതാണ്. ഞാൻ ആ കമന്റൊന്നും പറയില്ല. കോടതിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന കേസിലെ വിശദാംശങ്ങൾ ചോദിച്ചറിയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. ഞങ്ങൾ നേരത്തെ AI ക്യാമറ നേരത്തെ കൊടുത്തിരുന്നു, അത് കോടതി സ്വീകരിച്ചിരുന്നു. സമാനമായ കാലത്ത് തന്നെയാണ് കോടതി ഫയലിൽ സ്വീകരിച്ചിട്ട് ഉണ്ട്. സമാനമായ കാലത്ത് തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത്. മാത്രമല്ല ഇത് 19 എന്നാണ് കോടതി ഒരു ചോദ്യം ചോദിച്ചത്. ഞങ്ങൾ മറുപടി പറയുന്നുണ്ട്. കാരണം ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 2017 കൊണ്ടുവന്ന ഈ പ്രോജക്ട് 20 ലക്ഷം പേർക്ക് ഇന്റർനെറ്റ് ഫ്രീ സൗകര്യം കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. 5% പോലും ആളുകൾക്ക് ഇതുവരെ 7 കൊല്ലമായിട്ട് ഫ്രീ സൗകര്യം കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല 1000 കോടി രൂപയുടെ പ്രോജക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അത് 1500 കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചു. 50% വർധനവ് എസ്റ്റിമേറ്റിൽ ഉണ്ടാക്കി. അപ്പൊ അവിടെ തന്നെ ഒരു അഴിമതിയുണ്ട്. പിന്നെ ഈ വിവരങ്ങൾ പുറത്തൊക്കെ വരുന്നത് C&AGയുടെ റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇത്രയും വലിയ അഴിമതി ഇതിന്റെ അകത്ത് നടന്നു എന്നറിയുന്നത്. അപ്പോഴാണ് നമ്മളത് കൂടുതൽ മനസ്സിലാക്കുന്നത്. ഇപ്പൊ C&AGയുടെ ഫൈനൽ റിപ്പോർട്ട് കൂടി വരും. C&AGയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ഇതിനകത്ത് വലിയ ക്രമക്കേടുകൾ നടന്നു എന്നുള്ളതിന് സൂചനകളുണ്ട്. അപ്പൊ അങ്ങനെയല്ലേ നമ്മൾ അറിയുന്നത്. അതല്ലേ ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആകുന്നത്, അത്തരം കാര്യങ്ങളല്ലേ. അതിലൂടെയാണ് നമ്മൾ അറിയുന്നത്. ഈ പ്രോജക്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ കാലതാമസം എന്നുള്ള ക്വസ്റ്റ്യൻ അതിനകത്ത് ഉദിക്കുന്നില്ല. കാരണം ഈ പ്രോജക്ട് തീർന്നാലല്ലേ കാലതാമസത്തിന്റെ പ്രശ്നം വരുള്ളൂ. ഈ പ്രോജക്ട് 1500 കോടി, കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത്, ധനപ്രതിസന്ധിയുള്ള ഒരു സംസ്ഥാനത്ത് 1500 കോടി രൂപയുടെ ഒരു പ്രോജക്ട് കൊണ്ടുവന്നിട്ട് അതിന്റെ 5% ആളുകൾക്ക് പോലും, ബെനിഫിഷ്യറികൾക്കായ ആളുകൾക്ക് ഇത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പ്രോജക്റ്റിൽ വലിയ കുഴപ്പമുണ്ടെന്നാണ്. ആ കുഴപ്പത്തെയാണ് ഗൗരവതരമായി അന്വേഷിക്കണം, CBI അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കോടതി അത് പരിശോധിക്കട്ടെ. ലെറ്റ് ദം കംപ്ലീറ്റ് ദെയർ ഓൺ പ്രൊസീജിയർ. ഈ കറപ്ഷൻ എന്ന് പറയുന്നത് ഇത് AI ക്യാമറയിൽ നടന്നതുപോലെ തന്നെ കറപ്ഷനാണ്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട ഏജൻസികൾ, 2 കമ്പനികൾ, ഒന്ന് SRIT, ഒന്ന് പ്രസാദിയോ. ഈ 2 കമ്പനികളും AI ക്യാമറയിലും ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ K ഫോണിൽ ഇൻവോൾവ് ആണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കി നടത്തിയ അഴിമതിയും ഗൂഢാലോചനയുമാണ് AI ക്യാമറയിലും K ഫോണിലും ഉണ്ടായിരിക്കുന്നത്. AI ക്യാമറയുടെ അതുപോലെ തന്നെ നടന്നിരിക്കുന്ന അതിന്റെ അകത്തുള്ള മുഴുവൻ നടന്നത് ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. മുഴുവൻ കോടതിയിൽ ഞങ്ങൾ അന്ന് പറഞ്ഞത് എന്താ, രാഷ്ട്രീയമായും നിയമപരമായും ചോദ്യം ചെയ്യും. രാഷ്ട്രീയമായി ഞങ്ങൾ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സെക്രട്ടേറിയറ്റ് 2 പ്രാവശ്യം ഞങ്ങൾ ഉപരോധിച്ചു. അതുകൂടാതെ ഞങ്ങൾ വിചാരണ സദസ്സുകൾ നടത്തി. ഈ അഴിമതി മുഴുവൻ പുറത്തു കൊണ്ടുവന്നു. ഞങ്ങൾ നടത്തിയ വിചാരണ സദസ്സുകളിൽ മുഴുവൻ AI ക്യാമറയുടെയും K ഫോണിന്റെയും അഴിമതി പറഞ്ഞിട്ടുണ്ട്. അത് രാഷ്ട്രീയമായിട്ടാണ്. അതേ അവസരത്തിൽ നിയമപരമായി നേരിടും. ഞാനും ശ്രീ രമേശ് ചെന്നിത്തലയും കൂടിയാണ് AI ക്യാമറ കോടതിയെ സമീപിച്ച് കോടതിയിൽ ഫയലിൽ സ്വീകരിച്ചതിന്റെ ഗവൺമെന്റിന്റെ കൗണ്ടർ അഫിഡവിറ്റും കാര്യങ്ങളും നടക്കുകയാണ്. ഇത് അഡ്മിഷൻ സ്റ്റേജിൽ ഗവൺമെന്റിനോട് അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അല്ലാതെ ഞാൻ കൊടുത്ത കേസ് തള്ളുകയൊന്നും ചെയ്തില്ല. കോടതി വരട്ടെ, അവരവരുടേതായ നടപടിക്രമങ്ങൾ നോക്കട്ടെ.
അത് സർക്കാരിന്റെ ആവശ്യം, സർക്കാർ അങ്ങനെ ഒരു ആവശ്യം പ്രതിപക്ഷത്തിന്റെ മുന്നിൽ ഉന്നയിച്ചു. സർക്കാർ സംസ്ഥാനം രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ മുമ്പ് പറഞ്ഞ കാര്യമാണിത്. 2020-ലും 2023-ലും 22 അവസാനത്തിലും ഞങ്ങൾ ഇറക്കിയ വൈറ്റ് പേപ്പറിൽ, ധവളപത്രത്തിൽ വളരെ കൃത്യമായി പറഞ്ഞ കാര്യമാണ്. കേരളത്തിന് സംഭവിക്കാൻ പോകുന്ന ദുരന്തം, കേരളം കടന്നു പോകാൻ പോകുന്ന ധനപ്രതിസന്ധി, ഇതെല്ലാം പറഞ്ഞു. അപ്പൊ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ചില കാര്യങ്ങൾ സർക്കാർ, മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷത്തോട് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിൽ ചില കാര്യങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പുള്ളതാണ്. ഞങ്ങൾ UDF MPമാര് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടപ്പോൾ ഞങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, 14ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് മാറിയപ്പോൾ ഉണ്ടായിരുന്ന കേരളത്തിന്റെ നികുതി വിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കുറവ് വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ നിലപാട് അതാണ്. അത് ആ നികുതി വരുമാനം കുറഞ്ഞത് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അങ്ങനെ ചില കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളും ഇന്ന് കേരളം നേരിടുന്ന എല്ലാ ധനപ്രതിസന്ധിക്കും കാരണം കേന്ദ്ര അവഗണനയാണ് എന്നുള്ളൊരു നറേറ്റീവാണ് ഈ CPM ഗവൺമെന്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. വൺ ഓഫ് ദ റീസൺസ് ആണ്, ഒരുപാട് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് അത്, ഒന്ന് മാത്രമാണത്. വേറെ ഞങ്ങൾ പറഞ്ഞു, വേറെ ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നികുതി ഭരണത്തിലെ കെടുകാര്യസ്ഥതയുണ്ട്. വാറ്റിൽ നിന്ന് GSTയിലേക്ക് മാറിയപ്പോൾ പ്രതിപക്ഷം 5 വർഷമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കണം. ഇന്ത്യയിലെ 90%-ലധികം സ്റ്റേറ്റുകൾ ഇത് പുനഃസംഘടിപ്പിച്ചു. വാറ്റും GST തമ്മിൽ ഒരു ബന്ധവുമില്ല. രണ്ട് ധ്രുവങ്ങളിലുള്ള ടാക്സേഷൻ സിസ്റ്റമാണ്. അപ്പൊ വാറ്റിന് വേണ്ടി ഉണ്ടായിരുന്ന സിസ്റ്റമാണ് ഇപ്പോഴും ഉള്ളത്. GSTക്ക് വേണ്ടിയുള്ള സിസ്റ്റം ഇല്ല. ഏറ്റവും കൂടുതൽ അത് നിയമസഭയ്ക്കകത്ത് ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രതിപക്ഷമാണ്. വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ ആ വിഷയം ഉന്നയിച്ചിരിക്കുന്ന ഞാനാണ്. 5 കൊല്ലമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടു, ചെയ്തിട്ടില്ല. നികുതി വരുമാനം ഗണ്യമായിട്ട് കുറയാണ്. ഉദാഹരണം, ഗോൾഡ്. വേൾഡ് ഗോൾഡ് കൌൺസിൽ പറയുന്നത് നമ്മുടെ രാജ്യത്ത് വിൽക്കപ്പെടുന്ന സ്വർണത്തിന്റെ 25 മുതൽ 28% വരെ സ്വർണം കേരളത്തിലാണ് വിൽക്കുന്നതെന്ന്. അതായത് ഏകദേശം 200 ടണ്ണ് സ്വർണം കേരളത്തിൽ വിൽക്കുകയാണ്. 200 സ്വർണം വിറ്റിട്ട് 500 കോടി താഴെയാണ് കേരളത്തിന് നികുതി കിട്ടുന്നത്. അപ്പൊ സ്വർണത്തിൽ നിന്നുള്ള നികുതി വരുമാനം കിട്ടുന്നില്ല. 5000 കോടി മുതൽ 10000 കോടി വരെ കിട്ടേണ്ടതാണ്. ബാറിൽ നിന്നുള്ള നികുതി വരുമാനം കിട്ടുന്നില്ല. പിന്നെ IGST ഉണ്ട്, അതായത് അന്തർ സംസ്ഥാന വിൽപ്പന നടക്കുമ്പോൾ കിട്ടേണ്ടത്. അത് IGST പൂളിലേക്ക് പോകും. അത് കേരളം കറക്റ്റായിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റും മറ്റു കാര്യങ്ങളും കൊടുക്കാത്തതുകൊണ്ട് ഒരു വർഷം 5000 കോടി മുതൽ 6000 കോടി രൂപ വരെയാണ് നഷ്ടപ്പെടുന്നത്. 30,000 കോടിയാണ് കേരളത്തിന് ഈ കഴിഞ്ഞ 6 കൊല്ലമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കൊല്ലത്തിന് മുമ്പ് ഞങ്ങളിത് നിയമസഭയിൽ പറഞ്ഞു, ഇങ്ങനൊരു അപകടമുണ്ട്, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ പരിഹസിച്ചു ഞങ്ങളെ. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെയുള്ള ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് തന്നെ പറഞ്ഞു. ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞ അതേ കാര്യം പറഞ്ഞു. ഇത്രയും പൈസ 25,000 കോടി രൂപ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് പാളിച്ചകൾ കൂടി ഈ ധനപ്രതിസന്ധിക്ക് കാരണമാണ്. അപ്പൊ സർക്കാരിന്റെ ആവശ്യം ഒരുമിച്ച് ഡൽഹിയിൽ പോയി സമരം ചെയ്യണമെന്നാണ്. ഇപ്പൊ ഞാനും പ്രതിപക്ഷ ഉപനേതാവാണ് പങ്കെടുത്തത്. ഒരുമിച്ച് സമരം ചെയ്യുന്ന കാര്യം ഒരു രാഷ്ട്രീയമായ ആവശ്യമാണ്. അത് UDFലെ എല്ലാ ഘടകകക്ഷികളുമായിട്ടും അതാത് പാർട്ടികളായിട്ടും ആലോചിച്ചിട്ട് തീരുമാനം അറിയിക്കാന്ന് പറഞ്ഞു. അല്ല, അത് നമ്മൾ പറഞ്ഞോളാം. ഞങ്ങളൊന്നും സമ്മതിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ആലോചിച്ച് മറുപടി പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്കതിന്റെ രാഷ്ട്രീയമായ വശങ്ങളും സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളും ഇത് രണ്ടും ഉണ്ടല്ലോ. സാദിപ്പ് എന്നോട് ചോദിച്ചപ്പോൾ 2 വശമുണ്ട്. ഒന്ന് രാഷ്ട്രീയമായ ഒരു വശമുണ്ട് അതിന്, പിന്നെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു വശമുണ്ട്. ഇത് രണ്ടും കൂടി UDFലെ നേതാക്കന്മാരും അതാത് പാർട്ടി, എനിക്ക് കോൺഗ്രസിൽ മറ്റ് നേതാക്കളുമായിട്ട് ആലോചിക്കണം, ഘടകകക്ഷികൾക്ക് അവരുടെ നേതാക്കളുമായിട്ട് അവരുടെ പ്രധാനപ്പെട്ട ആളുമായിട്ട് ആലോചിക്കണം. എത്രയും പെട്ടെന്ന് ഞങ്ങളൊരു തീരുമാനം അറിയിക്കും. ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു. സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിയെ സംബന്ധിച്ച ഒരു ചർച്ചയ്ക്ക് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും വരണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് സ്വീകരിച്ചു. തീർച്ചയായിട്ടും അല്ല, മുൻകൂട്ടി അറിയിച്ചിട്ട് ഗൂഗിൾ മീറ്റിംഗിലാണ് വിളിച്ചത്. പിന്നെ രാവിലെ 10 മണിക്കാണ് വെച്ചിരുന്നത്. അപ്പൊ എനിക്ക് തിരിച്ച് ഡൽഹിയിൽ നിന്ന് ഞാൻ 7 മണിക്കൂർ ഡിലേ ആയി. മൂടൽമഞ്ഞായതുകൊണ്ട് അവിടെ നിന്നുള്ള പ്ലെയിൻ പുറപ്പെടാൻ താമസിച്ചതുകൊണ്ട് 3:30 മാറ്റി. അപ്പോ നമ്മളോട് കേരളത്തെ സംബന്ധിച്ചൊരു വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച് ഞങ്ങൾ എപ്പോഴും പോകും. ഞാൻ അദ്ദേഹം തന്നെ മായ്പിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ സ്ഥാനാർത്ഥിയൊന്നും തീരുമാനിച്ചില്ല. സ്ഥാനാർത്ഥിയൊന്നും തീരുമാനിക്കാതെ
20 സീറ്റിലും ഒരു പ്രചരണവും നടക്കില്ല. അത് നടക്കില്ല. അതൊക്കെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഇപ്പോൾ പ്രദേശ ഇലക്ഷൻ കമ്മിറ്റി കൂടാൻ പോകുന്നേ ഉള്ളൂ. പ്രദേശ ഇലക്ഷൻ കമ്മിറ്റി കൂടി നിർദ്ദേശങ്ങളെല്ലാം തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് AICCയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. അല്ല, അതുകൊണ്ടാണല്ലോ അദ്ദേഹം മായ്പിച്ചു കളഞ്ഞത്. അദ്ദേഹം ഒന്നും അത് ചെയ്യില്ല. അദ്ദേഹമൊക്കെ പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്. അറിഞ്ഞുകൊണ്ടൊന്നും അദ്ദേഹം ചെയ്യില്ല. അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമിതിയിലെ അംഗമാണ്, പ്രദേശ തെരഞ്ഞെടുപ്പ് സമിതിയിലെ അംഗമാണ്. ഞാൻ DGPക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ അന്ന് പറഞ്ഞു, ഞങ്ങളുടെ രാമൻ നിൽക്കുന്നത് ഹേ റാം എന്നുള്ള ചുണ്ടനക്കത്തോടുകൂടി ഗാന്ധി മരിച്ചു വീണ ബിർള മന്ദിരത്തിന്റെ ഇടനാഴിയിലാണ്. കണ്ണിൽ ചോരയുമായി ഞങ്ങളുടെ രാമൻ നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. BJPയുടെ രാമനല്ല ഞങ്ങളുടെ രാമൻ എന്ന് പറഞ്ഞു. അത് രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്ന രാമനാണ്. മറ്റേ രാമനാണ് ഞങ്ങളുടെ രാമൻ എന്ന് ഞാൻ പറഞ്ഞു. അതിന് BJP ഹാൻഡിലുകളിലൂടെ വളരെ മോശമായിട്ടുള്ള രാമനെ സംബന്ധിച്ച് ഞാൻ വേറെ മോശമായി പറഞ്ഞു. ഞാൻ പറയാത്ത കാര്യങ്ങൾ എനിക്കിപ്പോൾ ഇവിടെ പറയാൻ മടിയുണ്ട്. അതുപോലുള്ള മോശം കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ എന്റെ പേരടിയിൽ വെച്ച് DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അവർ നടപടി സ്വീകരിക്കട്ടെ. തെറ്റായ പ്രചരണം നടത്തുകയാണ് BJP ഹാൻഡിൽ ചെയ്യണം. പറഞ്ഞത് ഇതാണ്, നിങ്ങളോടും കൂടിയാണ് പറഞ്ഞത്. ഞാൻ ഡിസംബർ 28-ാം തീയതി എല്ലാ മാധ്യമങ്ങളിലും കോൺഗ്രസ് ജന്മദിനത്തിന് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ വാക്കുകളാണ്. ആ ലേഖനത്തിൽ പറഞ്ഞ വാക്കുകൾ ഞാൻ മാധ്യമപ്രവർത്തകരോടും പറഞ്ഞിട്ടുണ്ട്. അത് മാറ്റി വേറെ രീതിയിൽ, ഇതാണല്ലോ BJP ചെയ്യുന്നത്. ഹെയ്റ്റ് ക്യാമ്പയിനാണ്, വിദ്വേഷത്തിന്റെ ക്യാമ്പയിനാണ്. പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിക്കുകയാണ്. മനസ്സിലായില്ലേ? അവര് മാത്രമാണ് ഹിന്ദുക്കളെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവര് മാത്രമാണ് വിശ്വാസികളെന്നാണ് അവർ അവകാശപ്പെടുന്നത്. കേരളത്തിൽ 10% വോട്ട് മാത്രമുള്ള ആളുകളാണ് അവര് മാത്രമേ, ബാക്കിയുള്ളവരാരും വിശ്വാസികളല്ലേ. ഞങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോകുന്ന ആളുകളാണല്ലോ. ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കളാണല്ലോ ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ വിശ്വാസത്തെ വിൽക്കാറില്ല, വിൽപ്പനയ്ക്ക് വെക്കാറില്ല. അത് മതപരമായ വിശ്വാസവും ആരാധനാലയങ്ങളിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള വിശ്വാസവും ഒക്കെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. സ്വകാര്യമായി കൊണ്ടുനടക്കും. അത് വിൽപ്പനയ്ക്ക് വെക്കാറില്ല. ഇവരത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് വിശ്വാസത്തെ. അതിനോട് ഞങ്ങൾക്ക് യോജിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് അയോധ്യയിൽ ഈ ഉദ്ഘാടന യോഗത്തിൽ പോകണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. പൊളിറ്റിക്കലൈസ് ചെയ്ത് മതത്തെയും രാഷ്ട്രീയത്തെയും കൂടി കൂട്ടിയോജിപ്പിച്ചു. ആരാധനാലയത്തെയും രാഷ്ട്രീയത്തെയും കൂടി കൂട്ടിയോജിപ്പിച്ചു. മനസ്സിലായില്ലേ? ഈ വരുന്നത് ഒരു അടിസ്ഥാന കാര്യത്തിലില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യാജ ID കാർഡ് ഉണ്ടാക്കിയേക്കുന്നത് CPM ആണ്. ഏറ്റവും കൂടുതൽ വ്യാജ ID കാർഡിൽ വോട്ട് ചെയ്തേക്കുന്ന DYFIക്കാരാണ്. എന്തൊരു കേസാണ് കേരളത്തിൽ എല്ലായിടത്തും ഉള്ളത്. എല്ലാ സൊസൈറ്റിയിലും വ്യാജ ID കാർഡ് ഉണ്ടാക്കി വോട്ട് ചെയ്യാൻ വരുക. പത്തനംതിട്ടയിൽ ഞങ്ങളുടെ 18 ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജില്ലയിൽ പത്തനംതിട്ടയിൽ 18 ബാങ്കാണ് പിടിച്ചെടുത്തത്. ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു 30 ബസ്സിൽ ആള് വരിക. എന്നിട്ട് പോലീസിന്റെ സഹായത്തോടുകൂടി എല്ലാവരെയും ഗുണ്ടകൾ ആട്ടി ഓടിച്ചിട്ട് ഇവര് വ്യാജ ID കാർഡിൽ കയറി വോട്ട് ചെയ്യാണ്. കേരളത്തിന്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും വ്യാജ ID കാർഡ് ഉണ്ടാക്കിയേക്കുന്ന വേറെ പാർട്ടി ഉണ്ടാവില്ല. ചുമ്മാ ഇറങ്ങിയേക്കുക. അവർ കേസെടുത്തല്ല, ഒരു തെളിവില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. എന്ത് തെളിവാണ്? ഒരു തെളിവില്ല. അല്ല, ഈ ED അന്വേഷണത്തെക്കുറിച്ച്, കരുവന്നൂർ ബാങ്കിൽ നടക്കുന്ന ED അന്വേഷണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു വിശ്വാസമില്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന സ്വർണ്ണക്കള്ളക്കടത്ത്, ലൈഫ് മിഷൻ കോഴക്കേസ് അന്വേഷണം പോലെ തന്നെ ഇപ്പൊ മുട്ടിലഴയാണ് ED അന്വേഷണം കരുവന്നൂർ ബാങ്കിന്റെ. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ സഹായത്തിൽ ഒത്തുതീർപ്പിന് വേണ്ടി നടക്കുന്ന അന്വേഷണമായിട്ട് അവസാനിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതിപ്പോ ഇതും മാസപ്പടി വിവാദത്തിലുള്ള കേസും കരുവന്നൂർ ബാങ്കിലെ കേസും എല്ലാം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവിഹിത ബാന്ധവം സംഘപരിവാർ CPM-ആയിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. SNC ലെവലിൽ സംഘപരിവാർ സഹായിച്ചു, സ്വർണ്ണക്കള്ളക്കടത്തിൽ സഹായിച്ചു, മറ്റേ ലൈഫ് മിഷൻ കോഴക്കേസിൽ അവര് സഹായിച്ചു. ഇനിയിപ്പോ ഈ മാസപ്പടി വിവാദത്തിൽ സഹായിക്കും, കരുവന്നൂരിൽ സഹായിക്കും. 5 കേസിൽ സംഘപരിവാർ സഹായിക്കും. അതിന് പകരമായിട്ട് കുഴൽപ്പണ കേസിൽ സുരേന്ദ്രനെ കേരളത്തിലെ പോലീസ് CPM സഹായിച്ചു. കേസിൽ പോലും പ്രതിയല്ല. അല്ല, BJP വളരെ ക്ലിയറാണ് ആ കാര്യത്തിൽ. കാരണം കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടെ ലക്ഷ്യം. BJP കേരളത്തിൽ 2ാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ അവർ ഈ കേസൊക്കെ സീരിയസ് ആക്കിയത്. അവര് പറയുന്നത് BJP ഈ കേസുകളെല്ലാം ഗൗരവത്തോടുകൂടി എടുത്താൽ അതിന്റെ ബെനിഫിഷ്യറി ആവാൻ പോകുന്നത് BJP അല്ലല്ലോ കേരളത്തിൽ. കേരളത്തിൽ UDF ആവും. അപ്പൊ അത് വേണ്ട, കോൺഗ്രസ് വരണ്ട ഞങ്ങളുടെ ചെലവിൽ. അതാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പെടുത്ത സ്റ്റാൻഡ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് MPമാരുടെ എണ്ണം കുറയ്ക്കാനാണ് BJP നടക്കുന്നത്. BJP ജയിച്ചിട്ട് കോൺഗ്രസ് MPമാരുടെ എണ്ണം ഒന്നും കുറയാൻ പോകുന്നല്ലോ കേരളത്തിൽ. അപ്പൊ അല്ല,
അതൊക്കെ ഞങ്ങളുടെ UDF യോഗം ചേർന്ന് ഉഭയകക്ഷി ചർച്ചകൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഡേറ്റിൽ തീരുമാനിച്ച് ചർച്ച ചെയ്യും. ഞങ്ങളോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല അവർ ചർച്ചയിലല്ല ആവശ്യപ്പെടുന്നത്. അതപ്പോൾ നമ്മൾ ചർച്ച ചെയ്യും. ചർച്ചയ്ക്ക് വിളിച്ചിട്ട് UDF ചെയർമാനായ ഞാൻ കൊടുക്കാതിരിക്കാൻ പോകണമെന്ന് ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അനൗചിത്യമായിരിക്കുന്നത്. ചർച്ചയിലല്ലേ സംസാരിക്കുന്നത്. അത് സാധാരണ ഇതിൽ എല്ലാ അസംബ്ലി, പാർലമെന്റ്, ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പും UDFലെ ഘടകകക്ഷികളുമായിട്ട് ഞങ്ങളിങ്ങനെ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കും. ഇല്ല, അതിലേക്ക് പാർട്ടിയിലേക്ക് ചർച്ച കടന്നിട്ടില്ല. പ്രദേശ ഇലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. പ്രദേശ ഇലക്ഷൻ കമ്മിറ്റി അതിപ്പോ കൂടും ഉടനെ തന്നെ. അത് കൂടിയിട്ട് ആണ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുണ്ട്. ഇല്ല, ഒന്നും തീരുമാനിച്ചിട്ടില്ല. അത് ഇലക്ഷൻ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം അല്ല തീരുമാനിക്കുന്നത്. പിന്നെ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ കൂടി ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾ ബാക്കിയുള്ള സംഘടനാപരമായ തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. ഞാൻ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 3ാമത്തെ റൗണ്ടാണ് പര്യടനം. ഞാനും KPCC പ്രസിഡന്റും കൂടി തൊട്ടു മുമ്പിൽ നടത്തിയിരുന്നു. അതിനു മുമ്പ് ഒരു പ്രാവശ്യം നടത്തിയിരുന്നു. 3ാമത്തെ പ്രാവശ്യമാണ് നടത്തുന്നത്. അപ്പൊ അത് സംഘടനാപരമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. അല്ല, ഇന്നലെ രാത്രിയും ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് സംഘടനാപരമായ പകരം സംവിധാനങ്ങൾ കാര്യങ്ങൾ നടത്തും. ഇപ്പം 3-ാം തീയതി ബൂത്ത് പ്രസിഡന്റുമാരുടെ സംഗമമുണ്ട് സംസ്ഥാനത്ത്. എല്ലാവരും കോൺഗ്രസ് പ്രസിഡന്റ് പങ്കെടുക്കുന്ന പരിപാടി തൃശ്ശൂരുണ്ട്. വലിയ പരിപാടികൾ നടക്കും. ഞാൻ ആ വാർത്ത കണ്ടു, മാതൃഭൂമിയുടെ വാർത്ത കണ്ടു. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ്. വളരെ അടിയന്തരമായി നടപടി സ്വീകരിക്കേണ്ടതാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി പണിത പാലമാണ്. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പും കൂടി ഇത് ഗൌരവമായിട്ടെടുത്ത് ദേശീയപാത അധികൃതരുമായിട്ട് സംസാരിച്ച് അടിയന്തരമായിട്ടൊരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ച് ഷോർട്ട് ടേമിലും ലോങ് ടേമിലും ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുള്ള അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം. കണ്ടിട്ട് പേടിയാവും. അത് കണ്ടിട്ട് ഇവിടെ വിഷ്വൽ കണ്ടിട്ട് പോലീസ് വ്യാപകമായ അതിക്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ കണ്ടില്ലേ, ഒരു പെൺകുട്ടിയുടെ മുടിയിൽ ചവിട്ടിയാണ് പോലീസ് നിൽക്കുന്നത്. കണ്ണിലാണ് ലാത്തി വെച്ച് കുത്തുന്നത്. കഴുത്തിന് പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ നോക്കുകയാണ്. നിങ്ങളുടെ ഫോട്ടോഗ്രാഫറെ, മംഗളത്തിന്റെ ഫോട്ടോഗ്രാഫറെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കഴുത്തിന് പിടിച്ച് മാതൃക കാണിച്ചതുപോലെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ കഴുത്തിന് പിടിക്കുകയാണ്. കഴുത്തിന് പിടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പോലീസ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുകയാണ്. അക്രമത്തിന് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരമാണ് ഈ അക്രമങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ അതിനെ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. ഉത്തരവാദികളായ ഞങ്ങളുടെ കുട്ടികളെ അനാവശ്യമായി നിയമവിരുദ്ധമായി ആക്രമിച്ച ഒരു ഉദ്യോഗസ്ഥരെയും ഞങ്ങൾ വെറുതെ വിടില്ല. അവരുടെ പുറകെ ഞങ്ങളുണ്ടാവും. നിയമപരമായ നടപടികളുമായിട്ട് ഞങ്ങൾ അതിന്റെ പുറകെ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടുള്ള നിയമപരമായ സംവിധാനങ്ങൾ പിന്തുണ എല്ലാം യൂത്ത് കോൺഗ്രസിന് ഞങ്ങൾ കൊടുക്കും. പിന്നെ കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് ഏറ്റവും വലിയ യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ ഏറ്റവും വലിയ സംഘടനകളായി വളരെ നന്നായി പ്രവർത്തിക്കുന്ന നല്ല സംഘടനാബോധമുള്ള കേരളത്തിലെ പ്രതിപക്ഷ പ്രവർത്തനങ്ങൾക്ക് ചൈതന്യം പകർന്നു കൊടുക്കുന്ന സംഘടനകളായിട്ട് അവർ മാറുകയാണ്. അതിനെനിക്ക് പിണറായി വിജയനോട് പ്രത്യേകം നന്ദിയുണ്ട്.